ഹലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വേളാങ്കണ്ണിക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പോഴും അവിടെയും റെയിൽവേ സ്റ്റേഷനിൽ പണികളായിരുന്നു. പിന്നെ നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വർക്ക് നമ്മളെങ്ങടാ പോണേ? റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. എസ്കലേറ്ററൊക്കെ ഉണ്ട് ഇവിടെ, കൊള്ളാം എന്തായാലും. ഒരു വർഷത്തിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോർത്തിൽ നിന്ന് കയറിയതുകൊണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കുണ്ടാവില്ല, നമുക്ക് സമാധാനമായിട്ട് കയറാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോവാതെ ഇവിടെ വന്നത്. നമ്മളുടെ ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ കോച്ച് കേട്ടോ. 3rd AC ആണ്. അയ്യോ നിക്കറവാവേ. വെള്ളം വാങ്ങിക്കാൻ പോയതോ? വെള്ളം എന്തിനാ? ഇത് അപ്പയുടെ, ഇത് അപ്പയുടെ. വാവ അമ്മേടെ അടുത്ത് കിടന്നാൽ മതി, അമ്മേടെ അടുത്ത് കിടന്നാൽ മതി. വാവ അമ്മേടെ അടുത്ത് കിടന്നാൽ മതി. അയ്യോ, അമ്മേടെ അടുത്ത്. അമ്മയ്ക്കും വാവകൾക്കും അമ്മകൾക്കും വാവകൾക്കും ഒരു സീറ്റായിരിക്കും. അങ്ങനെ തോന്നുന്നിടത്ത് കിടക്കാൻ അവിടെ അല്ലേ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴരുതിട്ട്. കേറ്, കറക്റ്റാണ് കേറിയത്. അങ്ങനെ തന്നെ കേറാൻ കിട. തന്നെ കേറിയ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? ഇങ്ങോട്ട് കാണി. അങ്ങനെ ചെയ്തില്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ അവർ വന്നിട്ട് എഴുന്നേപ്പിച്ചു വിടും. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നോക്കാൻ ആള് വരും. മോനെ ബാഗ് മോൻ വെച്ചോളൂ, ബാഗ് മോൻ വെച്ചോളൂ. അത് വരും. അത് ഇപ്പൊ ഇറങ്ങും. ചേച്ചി രാത്രി നേരത്തെ അത് എടുക്കണ്ട കേട്ടോ, അതാണ് ചേച്ചിക്ക് നല്ലത്.
അവിടെ എവിടെ ചാർജ് ചെയ്യാൻ? അപ്പം നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടായി. അത് പോയോട്ടേക്ക് അപ്പോൾ പോയി കിടക്കാം. നാളെ കാണാം. ഓക്കെ. അത് അപ്പയ്ക്ക് വേണം. തലയും കുത്തി വീഴല്ലോ കേട്ടോ. ബാബേ വണ്ടി ഇങ്ങനെ ആവുമ്പോൾ വീഴൂട്ടാ. ഏത് നേരം ഇറങ്ങല്ലേ. അങ്ങോട്ട് ചാരി ഇരിക്കും ബാക്കിൽ. പൊന്നമ്മയുടെ അടുത്തേക്ക് വരില്ല. അമ്മേനെ തന്നെ കിടത്തി ഉറക്കണേ. അമ്മയ്ക്ക് പേടിയാവില്ലേ? കൊച്ചയമ്മ അമ്മയെ തിരിച്ചു വരുമോ? ആ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാവും തന്നെ കേൾക്കാൻ. വേണ്ട, അമ്മയ്ക്ക് ഇവിടെ തന്നെ ചേട്ടാ. വീഴും കർത്താവേ, വീഴും. പൊന്നു വീഴൂട്ടോ. ആ ഹോട്ടൽ സീ ഗേറ്റിൻ്റെ പരസ്യങ്ങളോട് അവരുടെ ഒട്ടും ആള് ചെല്ലുന്നില്ലേ? അങ്ങട് ഇതിൻ്റെ മുകളിൽ സ്വിമ്മിങ് പൂളുണ്ട്. കുട്ടികൾക്ക് കുളിക്കുന്ന സ്വിമ്മിങ് പൂളുണ്ട്. ആ റൂം മുകളിലുണ്ടോയെന്ന് ചോദിച്ചു നോക്ക് കേട്ടാ. ഇങ്ങോട്ട് വാപ്പേനെ ശല്യം ചെയ്യില്ല, അത് ചെയ്യട്ടെ. ആ വാ 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 വായോ റൂം കാണാൻ വാ. റൂം മേലെ ഇരിക്കാം, 3rd ഫ്ലോർ. പണ്ടേ അങ്ങനെ നമ്മൾ സീ ഗേറ്റ് ഹോട്ടലിൽ എത്തിയിട്ടോ. അപ്പോൾ റൂം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3rd ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത്. ലിഫ്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ ഇവിടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഓഫാക്കിയിട്ടേക്കായിരുന്നു, ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു.